ബാലു നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ഇപ്പോഴുണ്ട്. ബാലു, ഗുഡ് മോർണിംഗ് ബാലു. നമ്മളിപ്പോൾ സി കെ ഗോപിയുമായി സംസാരിച്ചിരുന്നു. സി കെ ഗോപി പറയുന്നത് കേട്ടോ താങ്കൾ? കേട്ടിരുന്നു. ഇനി എന്താ ചെയ്യാ? ഞാൻ ഇന്നലെ പറഞ്ഞ അതേ സ്റ്റാൻഡിൽ ഉറച്ചിരിക്കുകയാണ് സാർ. ഞാൻ എന്തായാലും ഇന്ന് ബോർഡില് അഡ്മിനിസ്ട്രേറ്റർക്ക് എന്റെ കൺസേൺ വെച്ച് അപേക്ഷ കൊടുക്കും. അപ്പോ അത് ബോർഡ് എന്താണ് അതിൽ തീരുമാനം എടുക്കുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും എന്റെ ഇനിയുള്ള നിലപാട്. ഈ ബോർഡ് ഇപ്പോൾ പറയുന്നത്, ചെയർമാൻ പറയുന്നത് ബോർഡിന് തീരുമാനമായിരിക്കും. കഴകമല്ലാതെ വർക്ക് അറേഞ്ച്മെന്റിലേക്ക് പോയ ജോലി തുടരാൻ അവർക്ക് ഈ ചട്ടപ്രകാരം കഴിയില്ല. കഴകമാണ് താങ്കളുടെ ജോലി, അതിൽ തുടരാൻ എല്ലാ സഹായവും ചെയ്തു തരുമെന്നാണ് പറയുന്നത്. പക്ഷെ അത് ഞാൻ പറഞ്ഞല്ലോ സാർ, ഞാൻ പറഞ്ഞല്ലോ ഇനി ഒരു ഇതിലോട്ട് പോകാൻ താല്പര്യമില്ല. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ മെയ്യിൽ ഉത്സവമാണ്. അതെ, ഉത്സവം ആവുമ്പോഴത്തേക്കും വീണ്ടും ഇതുപോലൊരു ബഹിഷ്കരണം വന്നു കഴിഞ്ഞാൽ, അതായത് അമ്പലത്തിലെ ചടങ്ങുകൾ മുടങ്ങുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് മാനസികമായ ബുദ്ധിമുട്ടാണ്. അതിനും ഞാൻ മാറിയിരിക്കുന്ന ഞാൻ പറഞ്ഞ പോലെ ഇനി വേറെ ഓപ്ഷൻസ് ഉണ്ട്. വേറെ എക്സാം എഴുതി കയറാൻ പറ്റുമെന്ന് തന്നെയാണ് എന്റെ ശുഭാപ്തി വിശ്വാസം. അല്ല, പക്ഷെ അപ്പൊ ഈ ജോലി നഷ്ടമാവില്ലേ ഇങ്ങനൊരു തീരുമാനം ബോർഡ് എടുത്താൽ? അതെ, അത് തീർച്ചയായിട്ടും നഷ്ടമാവും. അതിൽ വിഷമമുണ്ട്. പക്ഷെ എന്നാലും അമ്പലം നല്ല രീതിയിൽ പോകണം എന്നുള്ള ആഗ്രഹം. അല്ല, എനിക്ക് മനസ്സിലായി ബാലു. അത് ബാലുവിൻ്റെ ഒരു വലിയ മനസ്സാണ്. അക്കാര്യത്തിൽ ബാലുവിനെ അഭിനന്ദിക്കുകയും ചെയ്തു. പക്ഷേ അതേസമയം ഈ പ്രശ്നം സർക്കാരിലേക്ക് കൊടുക്കുമെന്നാണ് പറയുന്നത്. സർക്കാരിനോട് താങ്കൾ എന്താണ്, ഇപ്പം ബോർഡിന് താങ്കൾ കൊടുക്കുന്ന അപേക്ഷ സർക്കാർ പരിഗണിച്ച് ഒരു സ്പെഷ്യൽ ഓർഡറൊക്കെ ഇറക്കുകയാണെങ്കിൽ ചിലപ്പോൾ നടക്കുമായിരിക്കും. അതെ, അങ്ങനെ സർക്കാർ ഒരു സ്പെഷ്യൽ ഓർഡർ ഇറക്കണം എന്നൊരാഗ്രഹമുണ്ടോ താങ്കൾക്ക്? അങ്ങനെ അപേക്ഷ പരിഗണിക്കുകയാണെങ്കിൽ നന്നായിരിക്കുമെന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷെ എന്തായാലും ഇനി ആ കഴകത്ത് പോയി ജോലി ചെയ്യാൻ കഴിയില്ല. ഇത് സമാന സംഭവം ആവർത്തിക്കുകയാണെങ്കിൽ അത് മാനസികമായി വീണ്ടും ബുദ്ധിമുട്ടുണ്ടാക്കും. അതെ, സമാന സംഭവം ആവർത്തിക്കുകയാണെങ്കിൽ അത് എനിക്കെന്ന പോലെ തന്നെ വീട്ടുകാർക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. കാരണം വീട്ടുകാർക്ക് ഇനി അങ്ങോട്ട് അതേ പോസ്റ്റിൽ ജോലിക്ക് പോകുന്നതിനോട് അവർക്കും താല്പര്യമില്ല. അതുകൊണ്ടാണ്. മനസ്സിലായി. അപ്പൊ എന്തായാലും അതേ അപേക്ഷ ഇപ്പൊ കൊടുക്കുന്നു. ഇന്ന് തന്നെ അപേക്ഷ സമർപ്പിക്കും അല്ലേ? അതെ, ഇന്നിപ്പോ അഡ്മിനിസ്ട്രേറ്റർ വിളിച്ചിട്ട് എങ്ങനെയാന്ന് വെച്ചാൽ അതിന്റെ നടപടിക്രമം അനുസരിച്ച് സമർപ്പിക്കും. ഞാനൊരു സംശയം കൂടി ചോദിച്ചോട്ടെ. ഇനിയിപ്പോൾ നമ്മൾ ദേവസ്വം മന്ത്രി ഒന്ന് വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഈ ഇരിങ്ങാലക്കുട ക്ഷേത്രമല്ലാതെ മറ്റേതെങ്കിലും ക്ഷേത്രത്തിൽ ഈ കഴകമായിട്ട് പോകാനായിട്ട് ഉത്തരവിറക്കിയാൽ പോവുമോ? ഇല്ല സാറേ, ഞാൻ പറഞ്ഞല്ലോ, ഇനിയൊരു പ്രശ്നം ഞാൻ അവിടെ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇരിങ്ങാലക്കുടയല്ല, കൂടൽമാണിക്യത്തിലല്ല, മറ്റേതെങ്കിലും ക്ഷേത്രങ്ങളിൽ? അല്ല, മറ്റു ദേവസ്വമായാലും ബുദ്ധിമുട്ടാണ്. മനസ്സിലായി. വീണ്ടും ഇതേ കാര്യം അവിടെ ഉണ്ടാവാം അല്ലേ? അതെ, ഞാനത് പ്രതീക്ഷിക്കുന്നു. മനസ്സിലായി. അപ്പം ഏതെങ്കിലും ഓഫീസ് തസ്തികയിലേക്കാണെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഓഫീസ് അറ്റൻഡർ തസ്തികയിലേക്ക് ഇപ്പോൾ വർക്ക് അറേഞ്ച്മെന്റ് തന്ന തസ്തികയിലാണെങ്കിൽ ഓക്കെയാണ്. ഓക്കെ, താങ്ക് യു. അപ്പം ഞാൻ എന്തായാലും നമുക്കിതൊന്ന് മന്ത്രിയുമായിട്ട് സംസാരിക്കാം. ഇതെങ്ങനെയാണ് അതിന് സാധ്യമാവുക എന്ന് നോക്കാം. കേസിന് പോകാൻ ഇപ്പം ഈ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ബാലു. നിലവിൽ ഈ അപേക്ഷ കൊടുക്കുമ്പോൾ ഇപ്പം ബോർഡ് അത് സർക്കാരിന് കൊടുക്കുമെന്നാണ് പറയുന്നത്. നിരസിച്ചാൽ കേസിന് പോകാൻ ആലോചിക്കുന്നുണ്ടോ ബാലു? തൽക്കാലം ആലോചിക്കുന്നില്ല. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഇതിലൊരു വിവേചനം ഉണ്ടായി എന്ന് ബാലു പരാതി നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇല്ല, അങ്ങനെ വിവേചനം ഉണ്ടായതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഓക്കെ, മനസ്സിലായി. അത് ഈ വർക്ക് അറേഞ്ച്മെന്റിന്റെ ഉത്തരവ് വന്നപ്പോഴാണ് മനസ്സിലായത്. അതെ, ഞാൻ ആ ഉത്തരവ് വന്നപ്പോഴും ഇന്നലെ ബഹുമാനപ്പെട്ട ബോർഡംഗം മാധ്യമങ്ങളുമായിട്ട് സംസാരിക്കുന്ന സമയത്തുമാണ് ഇങ്ങനൊരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നു എന്നുള്ള കാര്യം ഞാൻ അറിയുന്നത്. അല്ല, നേരിട്ട് അങ്ങനെ ഒരു വിവേചനം കാണിച്ചിട്ടില്ല. നേരിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ രാവിലെ പാലകെട്ടി സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അമ്പലം അടയ്ക്കുന്നവരെ ഞാൻ അമ്പലത്തിന്റെ ബാക്ക് സൈഡിലാണ്. അവിടെ വന്നിട്ടുള്ളവർക്ക് അറിയാം. അവിടെ കഴകം ജോലി ചെയ്യുന്ന സ്ഥലത്താ പിന്നെയുള്ള നമ്മുടെ ഡ്യൂട്ടി അവിടെയാണ്. അപ്പോ ഇതിനിടയ്ക്ക് ഫ്രണ്ടിൽ എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യത്തെ പറ്റി നമുക്ക് അറിയാൻ കഴിയില്ല. അതുകൊണ്ടാണ്. ഓക്കെ ബാലു, എന്തായാലും ബാലു അപേക്ഷ കൊടുക്കുക. പറഞ്ഞതുപോലെ സർക്കാരിലേക്ക് പോകട്ടെ. നമ്മളും അത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. താങ്ക് യു ബാലു, താങ്ക് യു.